ദുർവാസാവ് എന്ന് പറയുന്ന ഒരു മഹർഷി, അദ്ദേഹം ഒരു ശ്രേഷ്ഠമായ ഒരു പൂമാല കിട്ടി ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ ഇത് ശിരസിൽ ചൂടുന്നതിന് മുമ്പ് തന്റെ ആനപ്പുറത്ത് വെച്ചു. ആന വണ്ട് വന്നപ്പോൾ ഇതിനെ എടുത്ത് നിലത്തിട്ടിട്ട് ഈ വണ്ടിൻ്റെയോടുള്ള ദേഷ്യം കൊണ്ട് ചവിട്ടിയെ അരച്ചു. താൻ കൊടുത്ത സമ്മാനം ചവിട്ടി അരയ്ക്കുന്നത് കണ്ട് ദേഷ്യം പൂണ്ട ദുർവാസാവ് ജരാനരകൾ വരട്ടെ എന്ന് ശപിച്ചു. എന്താ കാരണം? നിന്റെ ഈ സർവ്വപ്രതാപവും നഷ്ടപ്പെട്ടെ. കാരണം ജരയും നരയും വന്നാൽ പിന്നെ പ്രതാപം ഇല്ലല്ലോ, അല്ലേ? ഏതൊക്കെ പ്രതാപം ഉണ്ടെങ്കിൽ അനുഭവിക്കാൻ വാർദ്ധക്യത്തിൽ സാധിക്കുമോ? നമുക്കെല്ലാം ഉണ്ട്, പക്ഷെ കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണെങ്കിൽ കഴിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് കാണും. വാർദ്ധക്യം ആ അവസ്ഥയിലേക്ക് എത്തി ജരാനരകൾ ബാധിച്ചു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി നേരെ വിഷ്ണു ഭഗവാനെ പോയി കണ്ടു. ആ സമയത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, പാലാഴി മദനം നടത്തി അമൃത് വീണ്ടെടുക്കാൻ പറഞ്ഞു. അങ്ങനെ പാലാഴി മദനം നടത്തി അമൃത് വീണ്ടെടുക്കാൻ വേണ്ടി മന്ദര പർവ്വതത്തെ കടകോലാക്കണം എന്ന് പറഞ്ഞു. വാസുകിയെ കൊണ്ട് കയറാക്കണം എന്ന് പറഞ്ഞു. ഒരു ഭാഗത്ത് പാലാഴി മദനത്തിന് സഹായിക്കാൻ ആരെ വിളിക്കണം? അസുരന്മാരെ വിളിക്കണമെന്നും പറഞ്ഞു. ഇവിടെ അസുരന്മാരെ ചെന്ന് വിളിച്ചാൽ ഉടനെ ഓടി വരുമോ? വരില്ല. കാരണം എന്താ? ശത്രുക്കളാണ്. പക്ഷേ അസുരന്മാരുടെ രാജാവായി ആ സമയത്ത് ഉണ്ടായിരിക്കുന്നത് ഇന്ദ്രസേനൻ എന്ന് പറയുന്ന ആളാണ്. ഇന്ദ്രസേനൻ ഭഗവാന്റെ ഭക്തനാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വരും എന്ന് ഉറപ്പും വിഷ്ണു കൊടുത്തു. ഇവിടെ ഇന്ദ്രസേനൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ മധ്യാഹ്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു ഭക്തന്റെ കഥയുണ്ടല്ലോ, ആരാ? പ്രഹ്ലാദന്റെ മകനായ വിരേചനന്റെ പുത്രനാണ് ഇന്ദ്രസേനൻ. അതുകൊണ്ട് തന്നെ ഭഗവാൻ പ്രഹ്ലാദന് കൊടുത്തൊരു അനുഗ്രഹമുണ്ട്, നിന്റെ 7 തലമുറയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. അപ്പൊ 7 തലമുറയിൽപ്പെട്ട ആളാണ് ആര്? 7 തലമുറ, 2ാമത്തെ തലമുറയിലാണ് ഇന്ദ്രസേനൻ. ഇന്ദ്രസേനൻ പാലാഴി മദനത്തിന് തയ്യാറായി മന്ദരപർവ്വതത്തെ കൊണ്ടുവന്നു. വളരെ പ്രയാസപ്പെട്ട് വാസുകിയെ കയറാക്കി 2 ഭാഗത്തേക്ക് നിശ്ചയിച്ചു. തലയുടെ ഭാഗത്ത് അസുരന്മാരും വാലിന്റെ ഭാഗത്ത് ദേവന്മാരും നിന്നു. അനേകം ഔഷധങ്ങളിട്ട് പാലാഴി മദനം തുടങ്ങി. ആ പാലാഴി മദനം തുടങ്ങുന്ന സമയത്ത് തന്നെ വാസുകിയുടെ കണ്ഠനാളത്തിൽ നിന്ന് കാളകൂടം എന്ന് പറയുന്ന ഹാലാഹല വിഷം പുറത്തേക്ക് വന്നു. ഈ വിഷം ഈ പ്രകൃതിയെ നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഈ വിഷത്തെ ആഹരിക്കാൻ വേണ്ടി മഹാദേവനെ സ്മരിച്ചു. മഹാദേവൻ ഈ വിഷം വാങ്ങി തന്റെ കൈകളിലേക്കാക്കി അതിനെ പാനം ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വ്രതാനുഷ്ഠാനം ഉണ്ട്. ഏതാ? കാളകൂട വിഷം ഭഗവാൻ കഴിച്ചതുമായി ബന്ധപ്പെട്ടൊരു വ്രതാനുഷ്ഠാനം ഏതാ നമ്മൾ നടത്തുന്നത്? ഏത് വ്രതാനുഷ്ഠാനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? ഞങ്ങളൊന്നും ഈ നാട്ടുകാരല്ലേ. ശിവരാത്രി എന്നൊരു സങ്കല്പത്തില് ശിവനെ ഭജിക്കുന്നതിൽ കാളകൂട വിഷം കഴിച്ച ഒരു രാത്രി ഉറക്കമൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലേ? ഇവിടെ കഥ പറഞ്ഞു വന്നപ്പോ നമ്മൾ പാർവതി കഴുത്തി പിടിച്ചു എന്നൊക്കെ ആക്കിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. യഥാർത്ഥത്തിൽ പാർവതി കഴുത്തിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഈ ചമത്കാരത്തിൽ പറഞ്ഞിട്ടുണ്ടാക്കുന്ന. കാരണം എന്താ? പാർവതി സർവജ്ഞയാണ്. ഈ വിഷം കഴിച്ചാൽ മഹാദേവൻ മരിച്ചു പോകുമെന്ന് പാർവതി ചിന്തിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം മഹാദേവൻ എന്ന് പറയുന്ന തത്വം എന്താണെന്ന് ആർക്കറിയാം? പാർവതിക്കറിയാം. ഈ കാളകൂട വിഷത്തെ ഭഗവാൻ എവിടെയാ ഒതുക്കി നിർത്തിയത്? കണ്ഠത്തിലാണ്. നീലകണ്ഠൻ അല്ലേ? ഇവിടെ 5 തലയുള്ള പാമ്പിൽ നിന്നല്ലേ ഈ വിഷം വന്നത്, അല്ലേ? ഈ 5 തല എന്തിന്റെ പ്രതീകമാ? 5 തലയുള്ള സർപ്പത്തെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടില്ല. ഡിസ്കവറി ചാനലിൽ നോക്കിയാലും കണ്ടിട്ടില്ല. വേണ്ടതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാലും ഇതിലൊന്നിലും നമ്മൾ ആരും ഇന്നലെ കണ്ടിട്ടില്ല. ലോകത്തിന്റെ ഒരിടത്തും ഇന്നുവരെ ആരും കണ്ടതായി. അപ്പൊ എനിക്ക് ചോദിക്കുക, ഇതെന്താ ഈ 5 തലയുള്ള പാമ്പ്? പിന്നെ എന്താ 5 തലയുള്ള പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മുടെ ഒരു ഉത്തരം വരും, അത് ഈശ്വരന്റെ കഥയില്ല, അതിനകത്ത് തക്കം കാണും. അവിടെയാണ് നമ്മൾ വിഡ്ഢികളാക്കപ്പെടുന്നത്. ഭഗവാന്റെ പേരിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും തിരിച്ചു ചോദിക്കത്തില്ലല്ലോ. അങ്ങനെ ആവരുത്. അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. 5 തലയുള്ള പാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വസ്തുവിന്റെ പ്രതീകമാണ്. എന്താ? 5 ഇന്ദ്രിയങ്ങളും നിയന്ത്രണമില്ലാത്ത മനസ്സാകുന്ന ഉടലും. മനസ്സിലായില്ലേ? അപ്പൊ അത് ജ്ഞാനത്തിലേക്ക് ഉയരുമ്പോ ഇന്ദ്രിയങ്ങളും മനസ്സും അതിന്റെ പ്രതിസന്ധി സൃഷ്ടിക്കും. അതിന്റെ ഫലമായി ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇവിടെ വിഷമായി വന്നു ചേരുന്നത്. അതിൽ ഇന്ദ്രിയത്തിൽ ഏറ്റവും വിഷമയമായ ഇന്ദ്രിയം ഏതാ? ഏറ്റവും അപകടം പിടിച്ച ഇന്ദ്രിയം ഏതാ? 5 ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ച ഇന്ദ്രിയം ഏതാ? ഏതാണ്? ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയെന്നറിയാം? കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക്, ചെവി. ഇതിലേറ്റവും അപകടം പിടിച്ച ഇന്ദ്രിയം ഏതാ? നാക്കാണ്. വേറെ ഒന്നും പോകണ്ട. മനസ്സിലായില്ലേ? ആ നാക്കാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ആ വിഷത്തെ ഈ കണ്ഠനാളത്തിൽ തന്നെ നിർത്തി. എന്താ?
ആ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ ശിവത്വത്തോടു കൂടി ആയിരിക്കണം. മനസ്സിലായില്ലേ? നല്ല വാക്കാണെങ്കിലും ദുഃഖത്തിന് കാരണമാവുമോ? ആവില്ല. മോശപ്പെട്ട വാക്കാണ്. അപ്പം ഭഗവാനോട് ചേർന്നിട്ടുള്ള ചിന്താഗതിയും ഇന്ദ്രിയ ശുദ്ധിയും ഉണ്ടാവണം. അതാണ് നീലകണ്ഠൻ എന്ന തത്വം. അവിടെ ശിവരാത്രിയുടെ വ്രതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ആദ്യ ആൾക്കാർ പറയുന്നത് എന്താ? ഒരിക്കലും ഊണാണ്. കാരണം നമ്മളെപ്പോഴും ഇപ്പൊ ഊണിനോട് ചേർത്തിട്ടാണ് വ്രതമൊക്കെ നോക്കുന്നത്. ഏകാദശി എന്താ? ഉണ്ടാതിരിക്കലാണ്. മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല, എല്ലാം ഭക്ഷണമല്ല. സപ്താഹം 7 ദിവസത്തെ ആഹാരമാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാം നമ്മൾ ഭക്ഷണത്തിനോട് ചേർത്ത് ചിന്തിക്കുന്നവരായി മാറി. ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്ന അവസ്ഥയാണ്. അങ്ങനെയല്ല, ഒരിക്കലും ഉണ്ടോ, 2 നേരം ഉണ്ടോ, 3 നേരം ഉണ്ടോ എന്നൊന്നുമല്ല പ്രധാന പ്രശ്നം. ശിവരാത്രി വ്രതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ശിവനാമം ജപിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ചിലർ പറയാം ഉറങ്ങാതിരിക്കലാണ്. അതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ എന്താ? ഭഗവാന്റെ നാമം ജപിക്കുക. 5 യാമങ്ങളിൽ സഹസ്രനാമവും ബാക്കിയുള്ള സമയത്ത് നമശിവായ മന്ത്രവും ജപിക്കലാണ് ശിവരാത്രി വ്രതം. കാരണം എന്താ? ഈ നാമജപം നടത്തുന്നത് നാക്കാണ് അല്ലേ? ആ നാമം കൊണ്ട് ഇന്ദ്രിയ ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. ശരി, ഇവിടെ പാലാഴി മദനത്തിന്റെ ആ തത്വത്തിലേക്ക് നമുക്ക് വരാം. ഇത് കഴിഞ്ഞ് പലതും ഉയർന്നു വന്നു. വിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി വന്നു ചേർന്നു, കൗസ്തുവം വന്നു, ഇങ്ങനെ പലതും വന്നു. വാരുണി എന്ന് പറയുന്ന ദേവത വന്നു, അസുരന്മാരോട് ചേർന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ എന്ത് വന്നു? ഇതിനിടയ്ക്ക് വെച്ച് ഈ മന്ദരപർവ്വതം താഴേക്ക് താഴാൻ തുടങ്ങി. ഈ കടയുന്ന ഈ കയറ് പോലെ വാസുകിയെ ചുറ്റി കടയുമ്പോൾ മന്ദരപർവ്വതം താഴേക്ക് താഴ്ന്നപ്പോൾ ഭഗവാൻ കൂർമാവതാരത്തിൽ വന്ന് ഈ പർവ്വതത്തെ താങ്ങി ഉയർത്തി നിർത്തി. അത് കഴിഞ്ഞു പാലാഴിയിൽ നിന്ന് അമൃത് വന്നു. അമൃത അസുരന്മാർ കൈക്കലാക്കി. ഈ കൈക്കലാക്കിയ അസുരന്മാർ അമൃതമായി പോകുമ്പോൾ അസുരന്മാരെ കയ്യിൽ നിന്ന് അമൃത് വീണ്ടെടുക്കാൻ ഭഗവാൻ മോഹിനി അവതാരത്തിലേക്ക് വന്നു. അസുരന്മാരെ മോഹിനിയെ കണ്ട് മോഹിച്ചപ്പോൾ കയ്യിലിരുന്ന അമൃതിന്റെ ശ്രേഷ്ഠത മറന്നുപോയി. അജ്ഞാനത്തിൽ മോഹങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിയായ ബോധം നഷ്ടപ്പെടുമെന്നതിന്റെ ലക്ഷണമാണ് മോഹിനി അവതാരം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ആ ശരിയായ അമൃതത്വം നഷ്ടപ്പെട്ടു. ആ അമൃത് കൊണ്ട് ദേവന്മാർക്ക് കൊടുത്തു എന്ന നിലയിൽ പാലാഴി മദനം നമുക്ക് കാണാൻ സാധിക്കും. ഇനി പാലാഴി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം തന്നെയാണ് പാലാഴി. മനസ്സിലായില്ലേ? ഒരു കടലിന്റെ പ്രത്യേകത എന്താ? ആഴം ഉണ്ടാവും, ഗർത്തം ഉണ്ടാവും, ചുഴികളുണ്ടാവും, തിരമാലകൾ ഉണ്ടാവും, ഇല്ലേ? ശരിയല്ലേ? ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഒരു സാഗരത്തില് ഉണ്ടാവും. സ്ഥിര സ്വഭാവം ഉണ്ടാവും കടലിന്? ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ? ഇന്നത്തെ സ്വഭാവമായിരിക്കും നാളെ. ഇപ്പൊ ഇരിക്കുന്ന സന്തോഷമായിരിക്കും ഇച്ചിരി കഴിയുമ്പോൾ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ. ആണോ? ഇവിടെ ഇരുന്ന് വളരെ സന്തോഷം, ഗംഭീരമായിട്ട് ഭാഗവതമൊക്കെ കേട്ട് ആനന്ദത്തിലൊക്കെ ഇരുന്ന കഥയൊക്കെ കേട്ട് നാമമൊക്കെ ചോദിച്ച് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് 2 ചെരുപ്പുള്ളത് ഒന്നും കാണുന്നില്ല. തീർന്നില്ലേ ആനന്ദം? എന്താ കാരണം? അതിലൂടെ ഓടിക്കളിച്ചു പോയ ഏതോ കുട്ടികൾ കാലുകൊണ്ട് തട്ടിക്കൊണ്ടു പോയതാ. മനസ്സിലായില്ലേ? നമ്മുടെ ആനന്ദം മുഴുവൻ തീർന്നു. പിന്നെ നമ്മൾ കടലിലെ ചുഴിയെ പോലെയാ. അടുത്ത് നിൽക്കുന്നവരൊക്കെ നമ്മളെ നോക്കുന്ന നോട്ടം എങ്ങനെ ആയിരിക്കും? സ്നേഹത്തോടായിരിക്കുമോ? മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. അപ്പൊ ആ ജീവിതത്തിൽ നിന്ന് മുക്തി നേടാൻ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിയെ ഉയർത്തി നിർത്തണം. അതാണ് മന്ദരപർവ്വതം. എവിടെയാണ് അതിന് ഉയർത്തി പൂർണ്ണമായി ഉയർന്നു നിൽക്കുന്നത്? എവിടെയാ? പരമാത്മബോധത്തിലാണ്. ആ പരമാത്മബോധമാണ് കൂർമ്മഭാവം. മനസ്സിലായില്ലേ? പരമാത്മബോധത്തിലേക്ക് നമ്മുടെ ബുദ്ധി ഉയർന്നു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കണം. മനസ്സിനെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. ആമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. 6 അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കാൻ സാധിക്കുന്ന ജീവിയാണ് ഏത്? ആമ, അല്ലേ? 2 കൈ, 2 കാല്, ഒരു ചെറിയ വാലുണ്ട്. 5 എണ്ണം ഉള്ളിലേക്ക് വലിക്കും. പിന്നെ അത് കഴിഞ്ഞാലോ ഒരു തലയുണ്ട്, അല്ലേ? ഈ 5 കയ്യും കാലും വാലും എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണെങ്കിൽ തല എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പൊ നമ്മൾ ഭഗവാനിലേക്ക് നമ്മുടെ ബുദ്ധിയെ ഉയർത്തി നിർത്തണം. എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലെ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കണം. ഇന്ദ്രിയങ്ങളെ പുറമെയുള്ള വിഷയത്തിന് പുറകിൽ വിടാതെ ഉൾവലിച്ച് അതിനുള്ളിൽ ബുദ്ധിയെ ഉറപ്പിച്ചു നിർത്തി അവിടെ മനസ്സാകുന്ന, മനസ്സിലായില്ലേ, ആ വാസുകിയെ ബന്ധിച്ച് മനസ്സിനെ ആ ബുദ്ധിയോട് ചേർത്ത് നിർത്തി അലയാൻ പോകാതെ രാഗദേശങ്ങളാകുന്ന അസുരന്മാരെയും ദേവന്മാരെയും സമാവസ്ഥയിൽ കണ്ടുകൊണ്ട് സമബോധത്തിൽ കടഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായ ജ്ഞാനമാകുന്ന അമൃത് ഉയർന്നു വരും. ആ ആനന്ദമാണ് പാലാഴി മദനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടുപുറവിൽ വാമനാവതാരമാണ്. നമുക്ക് വാമന